10 ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകി ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് കഴിഞ്ഞ ദിവസം ലിയോ 14 പാപ്പ 10 ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകിയത്. തിരുപ്പട്ടം സ്വീകരിച്ച 10 പേരും റോം രൂപതയിൽ നിന്നുള്ളവരാണ്. വൈദികർ ദൈവാനുഗ്രഹത്തിന്റെ വഴികളായിരിക്കണമെന്നും ഒരിക്കലും വിശ്വാസികൾക്ക് തടസ്സമായി ഒന്നായി മാറരുതെന്നും ലിയോ പാപ്പ വൈദികരോട് പറഞ്ഞു. സഭയുടെ വാതിലുകൾ എല്ലാവർക്കുമായി എപ്പോഴും തുറന്നിടണമെന്ന് മാർപ്പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി. സഭയുടെ മിഷൻ എന്നത് ഒരു തുറന്ന വാതിലായിരിക്കണം. പള്ളിയിലോ ഏതെങ്കിലും സംഘടനയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്നും ലോകത്തിലേക്കും സംസ്കാരത്തിലേക്കും ഇറങ്ങിച്ചെന്ന് മനുഷ്യരെ സേവിക്കാനാണ് വൈദികർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈദികരുടെ ബ്രഹ്മചര്യത്തെ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തോടാണ് മാർപ്പാപ്പ ഉപമിച്ചത്. ദൈവരാജ്യത്തോടുള്ള സ്നേഹത്താൽ പ്രേരിതമായ ഈ സമർപ്പണം കാലത്തിനനുസരിച്ച് പുതുക്കപ്പെടുകയും പരിപോഷിപ്പിക്കപ്പെടുകയും വേണം. ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണ് ഒരു വൈദികനെ നല്ല മനുഷ്യസ്നേഹിയാക്കി മാറ്റുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ ലോകത്ത് ഭയവും അരക്ഷിതാവസ്ഥയും വർദ്ധിച്ചു വരികയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വൈദികർ സമാധാനത്തിന്റെ നിർമ്മാതാക്കളാകണം. വിഘടിച്ചു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനും ശത്രുക്കളെ അടുപ്പിക്കാനും വിശുദ്ധ കുർബാനയും കുമ്പസാരവും വഴിയൊരുക്കണമെന്നും അദ്ദേഹം വൈദികരോട് ആവശ്യപ്പെട്ടു. റോം രൂപതയ്ക്കായി 9 പേരെയും ഇന്ത്യയിലെ മ്യാവു രൂപതയ്ക്കായി ഒരു മെക്സിക്കൻ സ്വദേശിയെയും ഉൾപ്പെടെ 10 പേർക്കാണ് മാർപ്പാപ്പ തിരുപ്പട്ടം നൽകിയത്. സഭയുടെ മിഷൻ എന്നത് ഒരു തുറന്ന വാതിലായിരിക്കണമെന്ന വലിയ സന്ദേശത്തോടെയാണ് ശുശ്രൂഷകൾ അവസാനിച്ചത്.